Namaskaram and welcome to Comedy Masters. Yay! Oh, who are you? Who are you? No. എന്തോ പറ്റില്ലോ? എന്ത് പറ്റി ചേച്ചി? Oh, I'm just trying to be Alina. ഞാൻ From ഇങ്ങനെയായിരുന്നു. Bangalore. എന്റെ ദൈവം. ഇത്ര അടക്കം ഒതുക്കം ഉണ്ട്. ചേച്ചി എലിയിലാണോ? എനിക്ക് തരാനുള്ള 2000 രൂപ. എപ്പോഴാ? അയ്യോ. അവിടെയാണോ വെക്കാറ്? ഇതൊക്കെ വെച്ചോ. എന്തോ പറ്റിയിട്ടുണ്ട് എന്റെ. എനിക്കും തരാണ്ടായിരുന്നു ഒരു 700. അറിയാട്. എന്റെ ചേച്ചിക്ക് എന്നെ പറ്റിയ ശരിക്കും. ഒന്നുമില്ല, ഒരു പരകായ പ്രവേശനം നടത്തിക്കൊണ്ടിരിക്കും. പരകായ പ്രവേശനം. ചേച്ചി ഗൃഹപ്രവേശനം എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പരകായ പ്രവേശം. ഒരാളുടെ ദേഹത്തേക്ക് വേറൊരു വ്യക്തിത്വം കേറാന്നുള്ളത് അല്ലേ? അത്രേ ഉള്ളൂ. എലീന ശ്വേത മെനനായിട്ട്, ഞാൻ പിന്നെ ഡൈന. ഡയാന. ആ. ഡയാന. ഞാൻ ആദ്യം ഡയാന താടി വെച്ച് ഞാൻ ഇതുവരെ ശ്രീവിദ്യ. ശ്രീവിദ്യ. ഞാനോ? എടി. ഓ, ഞാൻ തകർക്കും. ഈശോയുടെ ശ്രീവിദ്യ ഞാൻ കിട്ടിയിട്ടില്ല. മേല് ഫീമെയിൽ ആവുക, ഫീമെയിൽ മെയിൽ ആവുക. ചേച്ചി, ഞാനോ? ഞാൻ. അഖില്. അഖില്, ആ. അഖിൽ. ആ, എന്ത് സൗന്ദര്യം. പറയേ വേണ്ടല്ലോ, ടീച്ചറിനാ? ബിനു അടിമാലി. ഇന്ന് കൊറേ തെറിഞ്ഞ വാങ്ങിക്കൂ. അല്ല, ഒന്നുമില്ലെങ്കിൽ 100 വർഷമായിട്ട് അറിയാലോ. ഈസി ആണല്ലോ. അതൊരു ടാസ്ക് ആയിട്ട് നമ്മൾ ഏറ്റെടുത്തെങ്കിൽ ചെയ്യാമെന്നാണോ പറയുന്നത്? കൊള്ളാം. അതായത് നമ്മൾ പ്രവേശം ആയിട്ട് നിങ്ങൾ എല്ലാരും ഒന്നൊന്ന് വന്നിട്ട് അതായത് സംഭവം ഇത്രേ ഉള്ളൂ. ഇത്രയും കാലം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്താണ്. അപ്പൊ നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ക്യാരക്ടേഴ്സും പേഴ്സണാലിറ്റിയുടെ കാര്യങ്ങളും ഓരോരോ ഗസ്റ്റേഴ്സും ഒക്കെ അറിയാം. അപ്പൊ അത് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ല, നമ്മളൊക്കെ വേറെ ആളുമായി മാറാൻ പോവാണ്. അതെ. ഞാനായിരിക്കും ശ്വേത ചേച്ചി, ബിനിച്ചേട്ടനായിട്ട് ശ്രീ ബിനിച്ചേട്ടൻ, അഖിൽ ഡയാന അഖിലിന്റെ വേഷം, ആൻഡ് ബിനിച്ചേട്ടാ ഓക്കെ അല്ലേ? ഇപ്പൊ മുതൽ നമ്മൾ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ തിരിച്ചും ജസ്റ്റ് ഇങ്ങനെ വരാണ്. 1 2 3. ആദ്യം ബിനു, പ്ലീസ്. ബിനു വരൂ. ബിനു, എന്തൊക്കെയാ വിശേഷങ്ങൾ? കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്. ഒരു മിനിറ്റ്. എന്താണ് ബിനു? ശ്വേത ചേച്ചി, ചേച്ചി ഇവിടെ. ശ്വേത ചേച്ചി, ഞാനൊരു ഡെഡിക്കേഷൻ തരട്ടെ. ഡെഡിക്കേഷൻ. ഓക്കെ. മാനേ 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 മാനേ. അനുജ് ഡോ, അനുജ് ഡോ, അനുജ്. ശ്വേത മാം. എല്ലാവരും ക്യാരക്ടറാണോ? മാത്രമല്ലേ അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കറക്റ്റ്, കറക്റ്റ്. അണ്ണാ പറയണ്ണ, ബാക്കി പറയണ്ണ. എപ്പോഴും ഓഫാണ്. ഇതെല്ലാരും പോയതിനു ശേഷം സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത്രയേ ഉള്ളൂ, എല്ലാം കഴിച്ചേ വരൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ബിനു ആയാ മതിയായിരുന്നു ഒറിജിനൽ. ബിനുച്ചേട്ട സീക്രട്ട് പറയാ എങ്ങനെയാ? ആദ്യം ബിനുച്ചേട്ട ചിരിക്കും, എന്നിട്ട് ബിനുച്ചേട്ട സീക്രട്ട്. പിന്നെ താങ്ക് യു ബിനു, താങ്ക് യു ബിനു. ഓക്കെ ഓക്കെ. സാധനം കൂടി ഉണ്ട്. എന്തായാലും പറഞ്ഞു. ഓക്കെ, ഡൈന. ഡയന, നമ്മൾ ഇവിടെ ഫ്ലോറിൽ ആക്ഷൻ പറഞ്ഞിട്ടില്ല, ഇതായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചോട്ടാ. അപ്പം വെറുതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്ഷൻ എന്ന് പറയണം. അതായത് കണ്ണാടി ഇല്ല, ചേച്ചി ആക്ഷൻ പറഞ്ഞു. അതായത് ഇവിടെ നിന്നിട്ട് സാരിയൊക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണേ. ആക്ഷൻ. അതായത് ഇത് രണ്ടും അങ്ങ് ഒട്ടി കവളൊക്കെ ഒട്ടിക്കും. കാരണം ഇവിടെ 2 കുഴി കാണണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ആക്ഷൻ പറയേണ്ടപ്പോഴത് സെയിം. അതായത് ഫോണില് എപ്പോഴും ഇരിക്കും. മറ്റേ കാര്യങ്ങൾ പറ. 21 നമ്മള് 25 ഞാൻ കോഴിക്കോട് വന്നിട്ട്, കോഴിക്കോട് നിന്ന് അവിടുന്ന് വന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് റെഡി റെഡി. ഇനി എവിടെയെങ്കിലും നിൽക്കുമ്പോ ഡയാനാന്നൊരു വിളി വിളിക്കണേ. ഞാൻ ഇവിടെ നിൽക്കുകയാണ്, സാരിയൊക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഡയാനാന്ന് വിളിക്ക്. ഇവിടെ വിളിച്ച ആദ്യം അവിടെ നോക്ക്, എന്നിട്ട് ഇനി ഫുഡ് കഴിക്കുന്ന ഡയന. ഇനി ഫുഡ് കഴിക്കുന്ന ഡയനല്ല, ഇനി കാര്യം പറഞ്ഞോണ്ടിരിക്കും. കാര്യം പറയണം. അപ്പം ഞാൻ ശ്രദ്ധിക്കുവല്ലേ, ഞാൻ ഫുഡ് കഴിക്കുന്നു വിചാരിച്ചോ, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ്, അത് ഭയങ്കര ക്യൂട്ടാണ്. എന്താ ഡൈന, എന്തൊക്കെയാണ് അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത്?
ഒന്നും അഭിപ്രായം പറയില്ല. എന്ത് പറഞ്ഞു നോക്ക്, രണ്ട് അഭിപ്രായം മാറ്റി തിരിച്ച് പറഞ്ഞു നോക്ക് ചേച്ചി. അതായത് എലീന സൂപ്പറാണ്, എലീന മോശം. അല്ല, ഒരു കാര്യം പറയട്ടെ ഡാന, എലീന നല്ല കുട്ടിയല്ലേ? പക്ഷെ ചില സമയത്ത് ഒരു എന്തോ കുഴപ്പമുണ്ട്. അതായത് ലോകത്തിൽ എന്ത് പറഞ്ഞാലും ഇതേ ഉള്ളൂ കാര്യം. വെരി ഗുഡ്. നൈസ്. ഡൈനയിൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ അത്ര അടിപൊളി ആയോണ്ട് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാവരും കള്ളൻ ഒരു മനുഷ്യരെ കൊന്നു കളഞ്ഞിട്ട് എഴുത്തുന്നാണ്. അപ്പൊ അഖിൽ വരൂ. ആ, വരൂ. എന്തൊക്കെയാ അഖിൽ? എടാ പിന്നെ പിന്നെ എന്തൊക്കെയാ നാട്ടിലത്തെ വിശേഷങ്ങള്? നാട്ടിൽ സുഖമായിരിക്കുന്നു. ആ. പിന്നെ ഞാൻ ഇന്നലെ ഫുഡ് ഉണ്ടാക്കി. മറ്റേ നയൻതാരയുടെ മൂവി എന്തായി? നയൻതാരയുടെ മൂവി നയൻതാരയുടെ മൂവി അടുത്ത മാസം 22 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഉള്ളു വർക്കല്ല. 15 ദിവസം വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദുബായ് പോകും. പിന്നെ ദുബായിൽ മറ്റേ വെബ് സീരീസ് വെബ് സീരീസിലുണ്ട്. അത് പോയി പോയാ? പോയി. ഇല്ല പോയില്ല. ഡയനയ്ക്കും ഡേറ്റ്സ് ഇല്ല. ഡയറക്റ്റ് ഡേറ്റിലാണല്ലോ. ഓക്കെ നമ്മളൊരു വർക്ക് ചെയ്യാനിരുന്നതാണ്. അതെ അതെ, നടന്നില്ല, അന്ന് പക്ഷെ പറ്റിയില്ല. ചേച്ചി എന്റെ മെയിൻ ഐറ്റം, എന്നെ ഒരു കോമഡി കലാകാരനാക്കി എന്റെ മെയിൻ ഐറ്റം, പ്രേക്ഷകർ ഐറ്റം. ബിന്ദു ചേച്ചി. ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ആ പിന്നെന്താ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. ഇത് കറക്റ്റാ. ഭയങ്കര ഇതാ, മേലൊക്കെ ഇങ്ങനെ അനങ്ങിയ സംസാരിക്കത്തുള്ളൂ. അതാണ് മെയിൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ശ്രീവിദ്യ കുട്ടി, എന്തടാ എന്തൊക്കെയാണ്? ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? തിരുമധുരം. ആ ഓക്കെ. ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? ജോറാണല്ലേ? കാസർഗോഡില് ഒരു 4-5 വരി കാസർഗോഡിന്റെ ഒരു സ്ലാങ് ആയിട്ടൊന്ന് പറയണേ. ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു പാട്ട് പാടും. ഞാൻ 8 വർഷം ഞാൻ കലാമണ്ഡലത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. താളം ശ്രുതി എല്ലാം എനിക്ക് ഓക്കെയാ. കോമണി കുറുക്കൻ കടുവനെ പിടിച്ചു, കടുവയ്ക്ക് കൊടുത്തു, കടുവക്കിട്ട് കടിച്ചു. കോമണി കുറുക്കൻ ഒരു നാണമില്ലാതെ. ശ്രീവിദ്യയുടെ സംഗീതം ചെയ്ത പാട്ടാ. ഒന്ന് കേൾക്കാൻ പറ്റുമോ? പാടിയതാണ്. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നു തോന്നുന്നു. കോമുണ്ണി കുറുക്കൻ കോഴി, അയ്യോ കോമുണ്ണി കുറുക്കൻ കടുവേനെ പിടിച്ചു, കറിയൊന്നു വച്ചു, കഞ്ഞി കുടിച്ചു. കോമുണ്ണി കുറുക്കൻ കടുവേനെ പിടിച്ചു, കറിയൊന്നു വച്ചു, കഞ്ഞി കുടിച്ചു. തെറ്റിപ്പോയി. കുഴപ്പമില്ല, മതി. ഇതുവരെ വലിയ ഒന്നുകൂടെ കിട്ടുമോ നിനക്ക് പാടിയാ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കുറുക്ക എപ്പോഴും കോഴീനെ പിടിച്ച് കടുവയ്ക്ക് കൊടുക്കും, എന്നിട്ട് കടുവ തടിക്കും, എന്നിട്ട് ആ കടുവേനെ പിടിച്ചിട്ട് കറി വെച്ച് കഞ്ഞി കുടിക്കും. അതായത് ആദ്യമേ ചിക്കൻ തിന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടിണിയായി പോകും. ഇത് ശേഖരിച്ച് വെച്ചിട്ട് വലിയ ഡ്രീംസിനെ നമ്മള് ഈ പാട്ട് ഇങ്ങനത്തെ അർത്ഥമുള്ള പാട്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. നമുക്ക് ശ്രീവിദ്യൻ ഇവിടുത്തെ ശ്വേത ചേച്ചിനെയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളായിട്ട് ക്ലോസ് കണക്റ്റഡ് ആയിട്ടുള്ളപ്പോൾ ശ്വേത ചേച്ചിയും ആക്ഷൻ പറയുമ്പോൾ ശ്വേത ചേച്ചിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം ശ്വേത ചേച്ചി ഭയങ്കര ഫ്രീ ആയിട്ട് നടന്നു വരുന്ന ശ്വേത ചേച്ചി, നമ്മൾ കാണുന്ന ശ്വേത ചേച്ചിനെ കാണിച്ചു തരാം കേട്ടോ. അനുജ് എന്നാ നമുക്ക് തുടങ്ങിയാലോ ശ്വേത ചേച്ചി? അല്ല അത് മറ്റേ കോമഡി, അത് കിടില തമാശ. നോക്കിക്കേ, ഒരു പാൻ ഇന്ത്യൻ നടി കിടന്ന് ബലൂണ് പറക്കുന്നു. ഞങ്ങള് പണ്ട് അവിടെ ലൈക്ക് കോഴിക്കോടൊക്കെ ഉള്ള സൈഡില് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്ന നേരത്ത് സോ ആരെങ്കിലും ഇങ്ങനെ വരുമല്ലോ, വന്നു കഴിഞ്ഞിട്ട് അവരിങ്ങനെ വരുമല്ലോ, അത് കഴിഞ്ഞിട്ട് ബാക്കി കേട്ടില്ല. ഓ ഇതാണോ? എടാ ചന്തി, Don't say that.
ചന്തി is ചന്തി. ഓക്കെ ഞാൻ ഐ വിൽ ഗിവ് യു ദ ടാസ്ക്. ഓക്കെ ഞാൻ ടാസ്ക് പറയാം. ഇവിടെയുള്ള എല്ലാവരും ഇന്നൊരു ടാസ്ക് ചെയ്യണം. അതിന്റെ പേരെന്ന് പറയുന്നത് Comedy Masters. ഇനി full on fun. അങ്ങനെയൊന്നും പറയണ്ട. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയല്ല പറയണ്ടത്. എന്റെ മലയാളം കുറച്ച് ജാസ്തി അറിയാലോ. ജാസ്തി പക്ഷെ ഐ കൻ മാനേജ് ഇറ്റ്, യു നോ. ദാറ്റ്സ് ഹൗ ഐ ആം. ഓക്കെ അതുകൊണ്ട് പ്രശ്നമില്ല. അനുജ് ഇൻ ഹിയർ ലൗഡ് ആക്കാവോ? വേറെ സാധനണ്ടേ, പൂര തണുപ്പായിരിക്കും. AC ജാസ്തി, AC ഇല്ല. AC is in working, right? See, AC is not working. What is poo? അതിന്റെ ഇടയ്ക്ക് നമ്മളിപ്പോ ശ്വേതേച്ചിനോട് ചേച്ചി ഇതാണ് ടാസ്ക്, അപ്പൊ ഇങ്ങനെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. എല്ലാം കേൾക്കും. എന്നിട്ട് ടാസ്ക് പറയോ? ഇല്ല. ഈ തുടക്കത്തിൽ ഒരു സാധനം പറഞ്ഞിട്ട് അനുജ് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് മരിച്ചോളാം സ്വന്തമായിട്ട്. വാ അക്കി വാ. പക്ഷെ ഇത് ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്ത് നടക്കുന്ന ശ്വേതേച്ചിനെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ കാണിക്കില്ലേ? അതുണ്ട്. അത് രണ്ടുപേരും ഒരുമിച്ച് കാണിച്ച രസമായിരിക്കും. അത് No. പിന്നെ വളരെ സീരിയസ് ആയിട്ട് പറയും. അവിടെ നിന്നിട്ട് പറയും ഞാൻ ഈ കാര്യം ചെയ്യില്ല, എനിക്ക് താല്പര്യമില്ല, അങ്ങോട്ടേക്ക് വരാന്ന് പറയും. ഇവിടെ വന്നിട്ട് ആദ്യം നമ്മളെക്കാട്ടിലും കിടിലായിട്ട് ചെയ്യുന്നതും ഒരു ബംഗാളിയെ പോലെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ ശ്വേതേച്ചി. ഞങ്ങളുടെ മുത്താണ് ഇതൊക്കെ പറഞ്ഞു. ഞാനെന്നാ പോട്ടടാ. അല്ല ചിരിക്കുന്നത് ഇതുപോലെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് നിഷ്കളങ്കമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ശ്വേത ചേച്ചി എന്ന് പറയുന്നത്. So thank you guys. You guys are all good. അങ്ങനെ പരകായ പ്രവേശം കഴിഞ്ഞു. Guys, you did a fantastic job. അപ്പൊ പിന്നെ എനിക്ക് തിരിച്ച് എലീന പഠിക്കലായിട്ട് വരാലോ അല്ലേ? അത് മനസ്സിലായി. ആ ക്യൂ ഇട്ടപ്പോ തന്നെ. അടുത്ത എന്താ പരിപാടി? അപ്പൊ അടുത്ത പ്രസവം. Congratulations to you. നീ എന്നെ വർത്താനം പറഞ്ഞ ഇല്ല ചേച്ചി, നീ അയ്യോ എന്റെ അല്ല, വിനുച്ചേട്ടന്റെ പ്രസവം. എന്റെ പ്രസവം. അയ്യോ 7 മാസം. വിനുച്ചേട്ടൻ ബിഹേവ് ഓക്കെ. പുള്ളി അത് സുഖിച്ചിരിക്കുകയാണ്. അയ്യോ എന്റെ ദൈവമേ. ഇപ്പൊ പ്രസവിക്കും. ചവിട്ട് ചേച്ചി ചവിട്ടുണ്ടാ? ശരിക്കും ഉണ്ടോ ഇനി? വിനുച്ചേട്ടാ അയ്യോ വിനുച്ചേട്ടാ, ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണ്. ബിഹേവ് ഓക്കെ. എവിടം വരെ പോകുന്ന ഓർക്കാൻ വേണ്ടി ഞാനെന്തെങ്കിലും കോമഡി പറഞ്ഞ അവിടെ വെച്ച് നിർത്തൂലേ? ബുദ്ധി വേണം, ബുദ്ധി. അല്ലേ? ഇവർക്ക് ബുദ്ധിയുണ്ടോ? ഇല്ല, എനിക്ക് കാര്യം നീ എന്തിനാ ഇടക്ക് കയറി? ഞങ്ങളൊരു ക്യാരക്ടർ ചെയ്യുമ്പോ ഇടക്ക് കയറി. അതെ, ഒന്ന് ഇട്ടെന്നു അല്ലെങ്കിൽ കേറി. അപ്പൊ പറഞ്ഞു വന്നത് 4 പ്രാവശ്യം കോമഡി പറയാൻ വന്നാ നിർത്തി അവിടെ. ദേഹനിക്ക് ദേഷ്യം വരുന്നത്. അതെ നമ്മള് ടീം ഇറക്കുന്ന ഒരു സ്കിറ്റ്, ഒരു ലേബർ റൂം സ്കിറ്റ്, അതാണ് അടുത്ത പരിപാടി. ഓ നിങ്ങൾക്ക് ടീമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? അത് വെറും ലേബർ റൂം സ്കിറ്റ് കളിക്കാൻ പോണേ. കളിച്ച് മെളി കയറ്റും. ഓ അങ്ങനെയാണോ? എന്നാ ശരി ഞങ്ങള് ചിരിച്ചും മേളിക്കേ. അല്ല നമ്മളോടാ കളി. കാണാം. നമുക്ക് അവിടെ പോയിരുന്ന് പിള്ളേരെ കളിപ്പിച്ചാലോ? ടെൻഷൻ ഉണ്ടാ? എനിക്കില്ല, അച്ഛനുണ്ട്. എന്ത് ടെൻഷൻ? ടെൻഷൻ പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കോ ചേട്ടാ? എന്റെ ഭാര്യ ഇവിടെ ലേബർ റൂമിൽ പ്രസവിക്കാൻ കയറിയല്ല, അല്ലാണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയല്ല പ്രസവിക്കാൻ കിടക്കണത്. തന്റെ ടെൻഷൻ കണ്ട അയൽക്കത്തെ ചേച്ചിയാണ് കിടക്കണേ തോന്നൂല. അതെനിക്ക് പണ്ടബദ്ധം പറ്റിയതാണ്. ഭാര്യ ഇട്ട് കഴിഞ്ഞ വിഷയവും. ടെൻഷനൊക്കെ മാറ്റും. ഒന്ന് കൂളാവ്, സമയത്ത് ഒന്ന് കൂളാവ്. ശരിയാണ് സുഹൃത്തെ, കൂളാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റണല്ല. ഒരു മിനിറ്റ്. യോഗേണ യോഗേണ യോഗല്ല, ശ്വാസം വലിച്ചപ്പോ ഒരു കൊതുക് മൂക്കിലോട്ട്. അല്ല, എന്താ പേരെന്താ? അറിയില്ലേ കൊതുക്? തന്റെ പേരെന്താണ്? എന്റെ പേരാ? എന്റെ പേര് സതു. ചേട്ടന്റെ പേരെന്താണ്? ആദ്യത്തെ കുട്ടി ആദ്യത്തെ, ഭാര്യ രണ്ടാമത്തെ. പിടികിട്ടിയില്ല. ചേട്ടന്റെ പേര്? ആദ്യത്തെ. കുട്ടി
കുട്ടി ആദ്യത്തെ ആദ്യത്തെ ഭാര്യ രണ്ടാമത്തെ രണ്ടാം കെട്ടാണെന്ന്. ഓ ഇപ്പഴാട്ടോ പിടിയിട്ട്. ഭാര്യയുടെ പേരെന്താണ്? രൂപ. അയ്യോ സെയിം പിച്ച്. എന്റെ ഭാര്യയുടെ പേര് രൂപയെന്നാണ്. ആണാ? ആ കന്യാണോ? ഇല്ല, കഞ്ഞി ഉച്ചക്കേ കിട്ടുള്ളൂ. രാവിലെ ബ്രെഡ് പാല് മുട്ട ഞാൻ കഴിച്ചു. കന്നിപ്രസവാണെന്ന് എന്റെ ചേട്ടന്റെ എന്റെ ഭാര്യ ആ. അല്ല, രണ്ടാമത്തെ പ്രസവമാണ്. അതെ. ഇത് എന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കര പ്രത്യേകത ഉള്ള ഒരാളാണ്. എന്തേ? ഭയങ്കര ഫാസ്റ്റാണ് അവളെല്ലാത്തും. സാധാരണ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മാസം കഴിഞ്ഞിട്ടില്ലേ ഭാര്യ പ്രസവിക്കാൻ. എന്റെ ഭാര്യ 4 മാസം കഴിഞ്ഞ പ്രസവിച്ചു. അടിപൊളിയാണ് അവള്. മാസം തീയതി പ്രസവിച്ചായിരിക്കും അത്. അങ്ങനെയൊന്നുമല്ല. ഓ നല്ല പരിക്കച്ചക്ക പോലെ ഉണ്ട കൊച്ചി. 4 കിലോ ഉണ്ടായിരുന്നു എന്റെ കയ്യിലേക്ക് വന്നപ്പോ. എന്റെ കൈ ഇങ്ങനെ 4 മാസം പ്രസവിച്ച കൊച്ച്. അവനിപ്പോ എന്ത് ചെയ്യുന്നു? അവനിപ്പോ LKG പഠിക്കണം. അടുത്ത വർഷം UKG പഠിക്കും. അതോടെ അവന്റെ പഠിത്തം നിർത്തും. UKG വരെ പഠിച്ച അവൻ എന്താവാനാ? അവന് LKG വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തു വിടുള്ളൂ. ബുദ്ധി വേണം. സമ്മതിക്കണം. വിരൂപ വിരൂപ തന്നെയാണ് എന്നെ തന്നെ വിളിക്കണം. സങ്കടമുണ്ട് സിസ്റ്ററെ, സങ്കടമുണ്ട്. ഒരാളുടെ മുഖത്ത് നോക്കി വിരൂപം വിളിക്കരുത്. ഞാൻ ഇച്ച സൗന്ദര്യം സമ്മതിച്ച്. പക്ഷെ എടോ അതല്ല വിരൂപ, രൂപയുടെ ആളാരാണെന്ന്. രൂപയുടെ ആളാരാണെന്ന് അറിഞ്ഞൂടെ? റിസർവ് ബാങ്ക് ഗവർണർ. അതിന്റെ പടമില്ലേ, പടം, അത് ഗാന്ധിജി. എടോ അതല്ല, എന്റെ ദൈവമേ, അകത്ത് പേഷ്യന്റ് ഉണ്ട്. രൂപയുടെ ഹസ്ബൻഡ് ആരാണെന്നാ ചോദിച്ചത്. ഞാനാണ്. രൂപയ്ക്ക് 2 ഭർത്താക്കന്മാരാ? ഈ രണ്ടുപേരും കൂടെ എങ്ങനെ adjust ചെയ്യും? തിങ്കൾ ചൊവ്വ ബുധൻ ഞാൻ. വേഴം വെള്ളി ശനി ഞാൻ. അപ്പൊ ഞായറാഴ്ചയാ? പണ്ടേ ഹോളിഡേ അല്ലേ, ഞങ്ങൾക്കും വേണ്ട റെസ്റ്റ്. എന്റെ ദൈവമേ, മൊത്തം കൺഫ്യൂഷൻ. എന്റെ സിസ്റ്റർ അങ്ങനൊന്നുമല്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ ഭാര്യമാരുടെ പേര് രൂപ എന്നാണ്. ആണോ? സിസ്റ്ററിന്റെ ഏത് രൂപയുടെ ഭർത്താവിനാണ് വേണ്ടത്? ഭർത്താവിന്റെ പേര് പറ, നല്ല ഒരു മനസ്സിലാവും. മിനിറ്റ്. അയ്യോ, അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യത്തെ അതവനാണ്. ഞാൻ രണ്ടാമത്തെ. ആണോ? അതെ, കൊച്ചു ഭയങ്കര ചവിട്ടും തൊഴിയാണെന്ന് പറയാൻ പറഞ്ഞു. ഒരു വടിയും എടുത്ത് അവന്റെ ചന്തിക്ക് 2 പൊട്ടിച്ച അവൻ നിർത്തോ നോക്കട്ടെ. എടോ അതല്ല, വയറ്റിൽ കിടന്ന് കൊച്ചു ഭയങ്കര ചവിട്ടും തൊഴിയാണെന്ന് തന്നോട് പറയാൻ ഭാര്യ പറഞ്ഞു. ഇനി ഭാര്യയോട് ഞാൻ വല്ലതും പറയണോ? പറയണം. അവന് എന്റെ അത്ര സഹനശക്തി ഇല്ലാന്ന് പറഞ്ഞു. സിസ്റ്റർ, ഒന്ന് വന്നേ. നമ്മുടെ കാര്യം എന്തായി? നമ്മുടെ കാര്യമാ. എന്റെ ഭാര്യയുടെ കാര്യം എന്തായിന്ന്? തന്റെ ഭാര്യക്ക് നല്ല പെയിൻ ഉണ്ട്, ഉടനെ പ്രസവിക്കും. ഉടനടി പ്രസവിക്കില്ലെന്ന് പറ. ഇപ്പൊ 12 മണിക്ക് പ്രസവിച്ചാൽ മതി എന്നാണ് ജോത്സ്യം പറഞ്ഞത്. എന്നാലും വൃശ്ചിക രാശിയിൽ നല്ല തക്കിടി മുണ്ടനായിട്ടുള്ള പൂവമ്പഴം പോലുള്ള കുട്ടിയെ കിട്ടുള്ളൂ. പൂവൻ പടം പോലത്തെ കൊച്ചിനെ വേണമെങ്കിൽ തന്റെ ജോത്സ്യനോട് പറ, വന്ന് പ്രസവിപ്പിക്കാൻ പറ. അയാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്ന് പ്രസവം എടുക്കും. സമയമാകുമ്പോ പ്രസവിക്കുക, അതൊക്കെ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നു. ഏത് ദൈവത്തിന്റെ കയ്യിൽ? 12 മണിക്ക് ശേഷം പ്രസവിച്ചാൽ മതി. താൻ പ്രാർത്ഥിക്കും 12 മണി മുമ്പ് പ്രസവിക്കാൻ. ടെൻഷൻ അല്ല. ജോത്സ്യൻ എന്നോട് പറഞ്ഞ ഒരു സമയം എന്താടൂ? സമയം 12 ആയിട്ടുള്ളൂ. ഞാൻ കരുതി അതിന്റെ അതിൽ കൂടുതലായിട്ടുണ്ടാവുന്നു. അതിൽ കൂടുതലാവില്ല. 12 കഴിഞ്ഞ പിന്നെ 1 അല്ലേ, അത് കുറവാണ്. താനൊക്കെ എന്നോട് താനൊക്കെ താൻ എന്തെങ്കിലും കഴിച്ചാ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു. തന്നെ അകത്ത് കയറ്റിയിരുത്തില്ലാരും പുറത്തു നിന്ന് കഴിക്കാനായിട്ട്. ഫ്രഷ് കോമഡി, ഫ്രഷ്. തന്റെ 12 മണിക്ക് പോകുമ്പോഴേലും ഭേദോടൂ. അതെ, ഭാര്യക്ക് കുറച്ച് ബ്ലഡ് വേണം. തന്റെ ഗ്രൂപ്പ് എന്തുവാ? എനിക്ക് 3 ഗ്രൂപ്പുണ്ട്. 10ാം ക്ലാസ്സിൽ ഗ്രൂപ്പുണ്ട്, പിന്നെ 8ാം ക്ലാസ്സിൽ, പിന്നെ നാട്ടില് ഇലകൾ പച്ച പൂക്കൾ എടോ അതല്ല, തന്റെ ഭാര്യക്ക് കുറച്ച് ബ്ലഡ് വേണം. തന്റെ ഗ്രൂപ്പ് എന്തുവാ? A നെഗറ്റീവ്. A നെഗറ്റീവ്. അയ്യോ, അത് ചേർത്തില്ല. കുഴപ്പമില്ല, ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തോളാം. ഇതാണ് പറയുന്നത്. ഈ ബാങ്കർ ഭയങ്കര കഴുത്തറപ്പാ. എടോ ആ ബാങ്ക് അല്ലടോ, ബ്ലഡ് ബാങ്ക്. ഫ്ലഡ് ബാങ്ക്. എടോ ബ്രെഡും ജാം ഒന്നും അല്ല, ബ്ലഡ് ബാങ്ക്. അത് തന്നെ സാധനം, ബ്ലഡ് ബാങ്ക്. സിസ്റ്റർ പോലെ എന്തായി നമ്മുടെ കാര്യം? താൻ കുറെ നേരമായി നമ്മുടെ കാര്യം. അതല്ലെന്ന് എന്റെ ഭാര്യയുടെ കാര്യം. എടോ തന്റെ ഭാര്യക്ക് പെയിൻ ഉണ്ട്, ചിലപ്പോ പെട്ടെന്ന് പ്രസവിക്കുമ്പോ പറയാം. പെട്ടെന്ന് പ്രസവിക്കേണ്ടെന്ന് പറയാം. ഇനി ഒരു 15 മിനിറ്റ് ഉണ്ട് 12 മണിയാവാനായിട്ട്. അതിനുശേഷം പ്രസവിച്ചില്ലെങ്കിൽ നമുക്ക് സിറോസിസ് ചെയ്ത് പുറത്തെടുക്കാം. ആ കുട്ടിയുടെ വയറ് കയറി പുറത്തെടുക്കാന്ന്. പൊന്നോ, അത് സിസേറിയൻ. താനൊന്നും മിണ്ടാതെ ഇവിടെ നിൽക്കാവോ? അതെ സിസ്റ്റർ പോലെ. പിന്നെ എന്റെ ഭാര്യ പ്രസവിച്ച് കഴിയുമ്പോ കുട്ടി ആൺകുട്ടിയാണ്ടാ പെൺകുട്ടിയാണ്ടാന്നൊന്നും പറയണ്ട. എന്ത് പറയണം? ഫ്രൂട്ട് ചേർത്ത് പറഞ്ഞാൽ മതി. ആൺകുട്ടിയാണെങ്കിൽ മാംഗോ എന്ന് പറയണം, പെൺകുട്ടിയാണെങ്കിൽ ആപ്പിൾ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ ഫ്രൂട്ടിന്റെ ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജംഗ്ഷനിൽ 3 ഫ്രൂട്ട് കട നടത്തുന്നുണ്ട്. ആണോ? അപ്പൊ അത് ചേർത്ത് പറഞ്ഞാൽ ആങ്കൊച്ചാണെങ്കിൽ മാംഗോ എന്ന് പറയണം, പെങ്കൊച്ചാണെങ്കിൽ ആപ്പിൾ എന്ന് പറയണം. ഓക്കെ, പറഞ്ഞു. ഓക്കേട്ടാ. ശരി. അതെ, ഈ പ്രസവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. താൻ പ്രസവിച്ചിട്ടുണ്ട് നോക്കുമ്പോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നത്? ടെൻഷനും കൊണ്ട് പറഞ്ഞു പോയതാടാ. പിന്നെ അതേ കയറി പിടിക്കല്ലേ. ഞാൻ ഒന്നും കയറി പിടിക്കണില്ല എന്റെ പൊന്നേ. ആ 12 മണിയാവും 10 മിനിറ്റ് ഉണ്ട്. പ്രസവിച്ച് എനിക്ക് കാണണ്ട.
ഇതെന്റെ കുഞ്ഞല്ല. 12 മണിക്ക് ശേഷം പ്രസവിക്കുന്നതാണ് എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞല്ല, എന്റെ കുഞ്ഞല്ല, എന്റെ കുഞ്ഞല്ല. ആര് പറഞ്ഞു തന്റെ കൊച്ചാണെന്ന്? അപ്പൊ എന്റെ കൊച്ചല്ലേ? എന്റെ ഭാര്യ പ്രസവിച്ച എന്റെ കൊച്ചല്ലാണ്ട് വേറൊരു തന്റെ കൊച്ചാവോ? പെണ്ണുങ്ങൾ എങ്ങനെ അതുകൊണ്ട് രണ്ടാമത് കെട്ടിയത്? ഇപ്പൊ എനിക്ക് DNA എടുക്കണം. ഇപ്പൊ എനിക്ക് എടോ ഇത് ഇങ്ങേരുടെ കൊച്ചാണെന്ന്. എടാ എന്റെ ഭാര്യ നിന്റെ കൊച്ചിനെ പ്രസവിക്കണം. സത്യം പറയടാ. ആരാടാ നീ? നീ അവളുമായിട്ട് എന്താണ് ബന്ധം? പറയടാ. എടോ ഇത് ഇങ്ങേരുടെ ഭാര്യ പ്രസവിച്ച ഇങ്ങേരുടെ കൊച്ചാ. ആൺകൊച്ചു പിടിക്കും. ഇത് പെങ്കൊച്ചാണുള്ളത്. എടോ കൊച്ചിനെ കമത്തിയാ പിടിച്ചേക്കണം. നേരെ പിടിക്കണോ? ആ കൊച്ചാണ്. എന്താ എന്താണ് ഭയങ്കര ലീക്ക് ഒന്ന് മാറ്റി ദൈവമേ. ഒലിക്കണ് ഒന്ന് മാറ്റി. എടോ ഇത് ലീക്കായി മാറ്റാനായിട്ട് വാട്ടർ ടാങ്ക് അല്ല. അത് മൂത്രമൊഴിച്ചതാണ്. താൻ കേട്ടിട്ടില്ലേ ഉണ്ണിമൂത്രം പുണ്യാഹം? നേരത്തെ പറയണ്ടേ? ഇതൊക്കെ നേരത്തെ പറഞ്ഞത് ഞാൻ ആദ്യം ചെയ്യില്ലേ? നീയൊക്കെ മാറ്റിയിട്ട് കൊണ്ടുതരാം കേട്ടോ. ആ സിസ്റ്റർ, എന്തോ ഓർമ്മയില്ല? മാംഗോ, മാംഗോയും ആപ്പിളും. മാംഗോയോ ആപ്പിളും തന്നെ സമ്മതിക്കണോട്ടാ. കറക്റ്റ് 12 മണിയായി. ഈ സമയത്ത് പ്രസവിച്ചിരുന്നെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരുന്നു. തന്റെ ഭാര്യ പ്രസവിച്ച്. എനിക്ക് തോന്നി. ഏത് ഫ്രൂട്ടാണ്? മാംഗോ ആണോ ആപ്പിളാണോ? മാംഗോ ആപ്പിളൊന്നും അല്ല, ഫ്രൂട്ട് സലാഡാ. ഫ്രൂട്ട് സലാഡ്. 2 മാംഗോയും 2 ആപ്പിളും. മനസ്സിലായില്ല. ഒറ്റ പ്രസവത്തിൽ 4 കുട്ടികള്. 4 വർഷം കൊണ്ട് പ്രസവിക്കേണ്ടതേ ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു. തന്റെ ഭാര്യ ഫാസ്റ്റ് അല്ല, സൂപ്പർ ഫാസ്റ്റ് ആണ്. സന്തോഷായ? എങ്ങനെ സന്തോഷവും? അതിനകത്ത് ഒരു കൊച്ചന്റെയാണ്. ബാക്കി 3 എണ്ണം ആരുടെയൊക്കെയാണെന്ന് നീയും സിസ്റ്ററും പ്രസവം കൊടുത്ത ഡോക്ടറും പറഞ്ഞിട്ട് കൊടുത്ത് പോയാ മതി. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മുമ്പാകെ ബോധിപ്പിക്കുന്ന പരാതി എന്തെന്നാൽ, ഹലോ, ആ അപ്പൊ പറയാനുള്ള അപേക്ഷയല്ലേ? ആ അപ്പൊ പറയണ്ട, എഴുതിയാ മതി. ഇതിന്റെ സസ്പെൻസ് പൊളിയും. ശരി ശരി ആ, ഇപ്പൊ തുളസി, കുമ്മാട്ടി എന്ന് പറഞ്ഞ ഓണത്തിനൊരു കലയല്ലേ? കുറുന്തോട്ടി, മുക്കുറ്റി, തിരുതാളി, അടച്ചു കെട്ടിത്താ മരുന്നോ നല്ല മരുന്ന്, ആ മരുന്നോ നല്ല മരുന്ന്, ആറ്റുമരുന്ന്, നീറ്റുമരുന്ന്, ആറ്റുമരുന്ന്, അയ്യ മരുന്നോ നല്ല മരുന്ന്. മിസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭുവനല്ല, ഭുവനചന്ദ്രൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് എന്ത് കാര്യം? ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ടില്ലേ? റോഡുകളൊക്കെ തല്ലി പൊളിഞ്ഞെടുക്കുക, ടൈൽസ് ഒക്കെ പൊളിഞ്ഞെടുക്കുക. ടൈൽസ് ഒക്കെ മാറ്റാറായില്ലേ? ടൈൽസ് പിന്നെ മാറ്റാം. ആദ്യം ഞാൻ എന്റെ പൈൽസ് ഒന്ന് മാറ്റട്ടെ. അതിനുള്ള പച്ച മരുന്നാണിത്. മനസ്സിലായോ? ഇതല്ല ഇതിലും വലുത് വരും. നാട്ടുകാരെ പറ്റിച്ച് തിന്നണതല്ലേ വരും. താൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇവിടെ എന്താണോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്? ഞാൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോ ഇവിടെ പ്രശ്നങ്ങളെങ്കിലും നടക്കുന്നുണ്ട്. നിങ്ങൾ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോ ഇവിടെ എന്തെങ്കിലും നടന്നിരുന്ന? അങ്ങനെ പറയരുത്. ഞാൻ ഒരുപാട് പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടുണ്ടല്ലേ? ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്, എന്റെ കാലത്താണല്ലോ പല പദ്ധതികളും നടപ്പാക്കിയത്. എന്തെല്ലാം പദ്ധതികളായിരുന്നു എന്റെ മനസ്സിൽ. നിങ്ങളുടെ മനസ്സിൽ കുറെ പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ പദ്ധതികൾ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ് നിങ്ങളുടെ പദ്ധതി കഴിഞ്ഞു പോയതും എന്നെ ഇവിടെ പ്രസിഡന്റ് ആക്കിയതും. അതല്ലേ സത്യം? അത് കറക്റ്റ്. അത് കറക്റ്റ്. ഞാനിവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ റോഡും കളവും നന്നാക്കിയില്ലേ? അത് പറയരുത്. റോഡും കുളവും നന്നാക്കി എന്ന് പറയരുത്. അത് രണ്ടും കൂടി ഒന്നാക്കി എന്ന് പറ. അതല്ലേ സത്യം? അത് കറക്റ്റ്. അതിന്റെ കറക്റ്റ് അവിടെ നിന്ന് എഴുതിയാൽ മതി. എടോ, ഞാൻ ഇവിടെ നമ്മുടെ പെൺകുട്ടികൾക്ക് മനസമാധാനമായിട്ടും സ്വസ്ഥമായിട്ട് കുളിക്കാൻ വേണ്ടി കുളിക്കടവ് വൃത്തിയാക്കിയില്ലേ? എന്നിട്ട് കുളിഞ്ഞു നോട്ടക്കാരുടെ ശല്യമില്ലാതിരിക്കാൻ രാവും പകലും ഞാൻ തന്നെ പോയി കാവലിരുന്നില്ലേ? പിന്നെ നിന്റെ ശല്യം കാരണം ആ പഞ്ചായത്ത് കൊടുത്ത ഒറ്റ പെണ്ണുങ്ങൾ കുളിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ കുളിക്കടവിൽ CC ക്യാമറ വെച്ചത്. എടോ, അങ്ങനെ ഒരു ക്യാമറ അവിടെ വെക്കണ്ടെങ്കിൽ അതിന്റെ DVR-ഉം സ്ക്രീനും ഈ പഞ്ചായത്തിൽ വെക്കണം. അല്ലാതെ തന്റെ വീട്ടിലും റൂമിൽ കൂടെ അല്ലേ വെക്കേണ്ടത്? അയ്യടാ, ഈ പഞ്ചായത്തിലുള്ള ഒരുത്തരെ എനിക്ക് വിശ്വാസമില്ല. ഇത് വിശ്വാസമില്ലായ്മയല്ല, ഇതൊരു ഒത്തൊരുമയില്ല. അതാ ഒറ്റക്ക് വെട്ടി വീഴണം. അതാണ്. നല്ല വിഷമമുണ്ടല്ലേ? പിന്നെ ഇല്ലാതിരിക്കുമോ? 2 പേരാണോ കുളിക്കണത്? പഞ്ചായത്ത് സെക്രട്ടറി ശക്തിപ്രസാദ് വരുന്നുണ്ട്.
ഗുഡ് മോർണിംഗ്. അപ്പൊ നേരം വെളുത്ത്. പിന്നെ പ്രസിഡന്റ്, ആ റോഡ് പണിയുടെ ഫണ്ടൊക്കെ കിട്ടിയായിരുന്നോ? ഇത് രാവിലെ കിട്ടിയല്ല. തന്നേ തീരൂ, തന്നേ തീരൂ, അവകാശങ്ങൾ തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, അവകാശങ്ങൾ തന്നേ തീരൂ. ഹലോ, നിർത്തിക്കേ. ഇത് റോഡ് പണിയില് പ്രതിപക്ഷത്തിന്റെ അവകാശം. ആയിക്കോട്ടെ, തന്നേ, തന്നു, അത് തീർന്നേ, തീർന്നു. പിന്നെ സെക്രട്ടറിക്ക് എങ്ങനെ? ഞാൻ അവകാശം എടുത്തിട്ടാണല്ലോ അങ്ങോട്ട് തന്നത്. ഇല്ല പിന്നെ എനിക്ക് കിട്ടത്തില്ലല്ലോ. അത് കിട്ടിയേ? കിട്ടി. അതവിടെ തീർന്നേ? തീർന്ന്. ആർക്കും പരാതിയില്ലല്ലോ. എന്റെ അവകാശം കിട്ടില്ല. മോനൊറ്റ മോനല്ലേ? അതെ. അപ്പൊ അച്ഛന്റെ കാലശേഷം മോന് കിട്ടാനുള്ള അവകാശം മോന് കിട്ടും. അവിടെ പോയിരിക്കും. നമ്മുടെ പഞ്ചായത്തിൽ വികസനങ്ങൾ ഉണ്ടാകണം, എന്നാലേ നമുക്ക് വികസനം ഉണ്ടാവുള്ളൂ. വികസനം വരട്ടെ, വികസനം വരട്ടെ, വികസനം വരട്ടെ. എത്ര കിട്ടിയാലും ആർത്തി മാറൂല അല്ലേ? പേരെന്താന്ന് പറഞ്ഞത്? ശക്തിപ്രസാദ്. ശക്തിപ്രസാദ് എന്നല്ല, ആർത്തിപ്പിശാചി, അങ്ങനെ വേണം പറയാനായിട്ട്. അല്ലല്ല, പുതിയ പുതിയ പദ്ധതികൾ വരച്ചേന്നാ പുള്ളിക്കാരൻ പറഞ്ഞത്. എടോ, ഇത് എപ്പോഴും വരുത്താൻ പറ്റുമോ? ഒരു മിനിറ്റ്. എടോ, കഴിഞ്ഞ മാസമല്ലേ ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട 2 പെൺകുട്ടികളാ ഈ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ കല്യാണം കഴിച്ചു വിട്ടില്ലേ? ആ 2 പെൺപിള്ളാരും പ്രസിഡന്റിന്റെ ജാരസന്ധതിയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അത് കറക്റ്റാണ്, ഞാനും പറഞ്ഞു നടന്നതാണ്. ഞാനും പറഞ്ഞോറാ, ഈ പെൺപിള്ളേർ ഈ പഞ്ചായത്തിലുള്ളതല്ലേ? എന്റെ ലോകം എന്ന് പറഞ്ഞ ഈ പഞ്ചായത്താ. അതുകൊണ്ട് എന്റെ ഒരു അവിഹിതം പോലും ഈ പഞ്ചായത്തിൽ നിന്ന് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കൂല. എന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച അടുത്ത പഞ്ചായത്തിലെ നാട്ടുകാരെല്ലാം കൂടി തന്നെ തെങ്ങയെ പിടിച്ച് കെട്ടിയിട്ടത്. അത് അവിഹിതമാണ്. അത് തേങ്ങ ഓർക്കാൻ പോയതല്ലേ? 2 കൂടി കൂട്ടി കുഴക്കല്ലേ? പകലുടായിപ്പോണ്ട്. എവിടെയാണോ കോഴി? എന്നെയാണോ? 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 നിങ്ങളല്ല. അപ്പൊ പിന്നെ എന്നെയായിരിക്കും. പഞ്ചായത്തിൽ നിന്ന് മുട്ടക്കോഴി വിതരണം ഒന്നും പറഞ്ഞ് നിങ്ങൾ 100 കോഴിനെ തന്നായിരുന്നാ? ആ 100 കോഴിനെ കിട്ടിയായിരുന്ന? ആ കിട്ടി. മോളുടെ ഭാഗ്യം. ഇവിടെ 100 പറഞ്ഞ 6 പോലും കൊടുക്കാറില്ല. അതല്ല, നിങ്ങൾ 50 പെടക്കോഴി 50 പൂവൻ കോഴി എന്നാണാ പറഞ്ഞത്. എന്നിട്ട് പെട കുറവാണ്. ഇപ്പൊ എത്ര പെടയുടെ കുറവുണ്ട്? തനിക്കൊരു പെടയുടെ കുറവുണ്ട്. എന്റെ കാര്യം എന്നെ ചോദിച്ചത്. ഈ 100 കോഴികളിൽ പൂവൻ എത്ര, പെട എത്ര? ആകെ കൂടി ഈ ഒരു പെട മാത്രമേ ഉള്ളൂ, ബാക്കി 99 പൂവനാണ്. ഈ പെടക്കോയിലെ പൊക്കിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നത്? ആ 99 പൂവന്റെ ഇടയിൽ എന്ത് വിശ്വസിച്ച് ഞാൻ ഈ പെടേനെ ഇടും? ഈ പെട അതിന്റെ ഇടയ്ക്ക് എടുത്ത് പെടാപ്പാട് പെടനാണ്. ഈ പഞ്ചായത്തുകാർ എല്ലാരും കൂടി പറഞ്ഞ എന്നെ പറ്റിക്കണേണ്. പറ്റിച്ചാണ്. എന്റെ സഹോദരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കോഴി കുഞ്ഞായിരുന്ന സമയത്ത് ഇത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ ഒന്നും എനിക്കറിയാൻ പാടില്ല. അതെ, ഈ പൂവൻ കോഴിനെ കൊണ്ട് മുട്ടയിടിക്കാനുള്ള സാങ്കേതിക വിദ്യ എനിക്കും അറിയാൻ പാടില്ല. ഇതിപ്പോ ആർക്കും അറിയാൻ പാടില്ല. ഞാൻ കാര്യം ചോദിക്കാം, ഇപ്പൊ എന്താണ് വേണ്ടത്? എനിക്ക് ഒരു പൂവൻ ഒരു പെട വെച്ച് വേണം. അത് പോണ വഴിക്ക് ഒരു ചൂരിൽ മേടിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഒരു പൂവിന് 2 പെട വെച്ച് കൊടുക്കും. പെടയില്ലാത്തതിന്റെ പേരിൽ മുട്ടയിട്ടില്ല എന്ന് പറയട്ടെ. എന്റെ പ്രസിഡന്റ് ഇതുപോലെ മണ്ടത്തരം വിളിച്ച് പറയല്ലേ. അത് ഞാൻ പറയാം, അതെന്റെ അവകാശം. ഒരു പൂവന് 3 പെട എന്നാണ് പഞ്ചായത്തിന്റെ കണക്ക്. കേട്ടിട്ടില്ലേ? നാം 1, നമുക്ക് 3. പൂവന്റെ ഒരു ഭാഗ്യം. അത് എന്റെ മൊത്തത്തിൽ പറയണത്തിനാ. ഇത് കോഴിക്കണക്കാണ്, അല്ലാതെ എന്റെ പേര് വലിച്ചിരുന്ന കാര്യമുണ്ട്. താൻ ഭുവൻ, അവൻ പറഞ്ഞത് പൂവൻ ആണോ? രണ്ടും കണക്കാ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അല്ല, ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നാടൻ കോഴിയല്ലേ കയ്യിലുള്ളത്, പൂവൻ കോഴി. നാടൻ കോഴിയുടെ ഇറച്ചിക്ക് നല്ല ഡിമാൻഡ് അല്ലേ? ഈ കോഴികളെല്ലാം ഇറച്ചി വിലക്കങ്ങ് കൊടുക്കണം. ഒരെണ്ണം ഞാനും മേടിച്ചോളാം. പ്രസിഡന്റ്, ഈ നാടൻ കോഴിയുടെ ഇറച്ചി, നാടൻ കോഴിയുടെ മുട്ട എന്ന് പറഞ്ഞാലേ അടിപൊളിയാ. അടിപൊളിയും. കഴിഞ്ഞ ദിവസം ഒരു കോഴിമുട്ട മുഴുകി തിന്നതിനാ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കണത്. ദൈവത്തെ ഓർത്ത് കോഴി മുട്ടയുടെ കേസ് കൂടെ പറയല്ലേ. പുള്ളിക്കാരനെ മൂലക്കുരുണ്ട്. അയ്യോ സാറിന് മൂലക്കുരുന്റെ അസുഖണ്ടാ? എവിടെയാണ്? മൂക്കത്താണല്ലോ സുണ്ടി. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ പറഞ്ഞു നാറ്റിക്കാതെ ഈ മൂലക്കുരുവിനുള്ള ഒരു മരുന്ന് എന്തെങ്കിലും പറഞ്ഞതാ. അടിയിൽ റവന്യൂ സ്റ്റാമ്പ് മേടിച്ച് ഒട്ടിച്ചാ പോരെ? മൂലക്കുരുവിന് നല്ലതാണ്. അയ്യോ, അല്ലല്ല, ഞാൻ എഴുതിയ പരാതി ഇല്ലേ, അതിന്റെ അടിയിൽ റവന്യൂ സ്റ്റാമ്പ് മേടിച്ച് ഒട്ടിച്ചാ പോരെ? ആരെന്തെങ്കിലും കൂടെ തൊട്ടിക്കണോ? ഇപ്പൊ ഞാൻ ഇവിടുത്തെ റവന്യൂ സ്റ്റോപ്പ് മുഴുവൻ വേണ്ടാത്തോടത്തൊക്കെ ഒട്ടിച്ചു വെച്ചാൽ അതെ, എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. എനിക്ക് പോണം. പൊന്നു സഹോദരി, നിങ്ങൾ ധൃതിയും ഒച്ചപ്പാടും ലഹളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിന് പരാതി എഴുതി തന്നാൽ ഞങ്ങൾ അതിന് നടപടി എടുക്കാം. എനിക്ക് പരാതി ഒന്നും എഴുതാൻ അറിയാൻ പാടില്ല. പരാതി എഴുതാനല്ല ഞാനിവിടെ ഇരിക്കണത്. പിന്നെ അതെ, കാലത്തോടേക്ക് ആരും വന്നില്ലാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പരാതിയില്ല. വീട്ടുപേരും പേരും പറ. ആക്കിപ്പറമ്പിൽ. എന്നെ ആക്കിയതല്ലോ. അല്ലെന്ന് ശരിക്കും വീട്ടുപേരാണ് ആക്കിപ്പറമ്പിൽ. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മുൻപാകെ ആക്കിപ്പറമ്പിൽ സിസിലി ബോധിപ്പിക്കുന്ന പരാതി. പഞ്ചായത്തിൽ നിന്നും എനിക്ക് 100 മുട്ടക്കോഴിയെ കിട്ടി. അതിൽ 99 എണ്ണവും പൂവൻകോഴി ആയിരുന്നു. അതുമൂലം മൂലം പറയല്ലേ. മൂലം പറയല്ലേ, വേണ്ട. കാരണം കേട്ട്, അതിന് പകരം കാരണം കേട്ട്. അത് കാരണം
എനിക്ക് വേണ്ടത്ര മുട്ടകൾ ലഭിക്കുന്നില്ല. തന്മൂലം പിന്നെ മൂലം കയറ്റി വെക്കണം. മൂലം വേണ്ട, അത് എഴുതണ്ട, വേറെ എന്തെങ്കിലും എഴുത്. എന്നാ മൂലത്തിന് പകരം ഞാൻ ചത എഴുതട്ടെ. ഇയാളുടെ പുഷ്പാഞ്ജലി എഴുതാൻ വേണ്ടി ഇരിക്കുവാണോ? പരാതി എഴുതി കൊടുക്കണോ? അത് കാരണം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്റെ കോഴിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഒപ്പിട്ടോ. ശരിക്കും പറഞ്ഞ ഇത് ഒരു മൂലം മതി. എന്നെ മനഃപൂർവ്വം ഹാസ്യവൽക്കരിക്കാൻ വേണ്ടി പല മൂലമൊക്കെ കയറ്റിയാക്കിയത്. പരാതി കൊണ്ടൊരു പരാതി കൊണ്ടൊരു പരാതി കിട്ടിയ സ്ഥിതിക്ക് പ്രസിഡന്റ് നമുക്ക് നടപടി സ്വീകരിക്കണമല്ലോ. അത് സ്വീകരിക്കണം. പിന്നെ നമ്മൾ ഈ പുള്ളിക്കാരത്തേക്ക് മാത്രമല്ല ഈ 100 കോഴിയെ കൊടുത്തേക്കണത്. ഈ പഞ്ചായത്തിൽ ഒരാൾക്ക് കൂടി നമ്മൾ 100 കോഴിയെ കൊടുത്തിട്ടുണ്ട്. അത് ആർക്കായിരുന്നു? ഇത് ആർക്കത് കിട്ടിയത്? അതെനിക്കായിരുന്നു കിട്ടിയത്. അതിന്റെ ഒരു പരാതി ഞാൻ അങ്ങോട്ട് തരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അതെ, എനിക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് 100 മുട്ടക്കോഴിയെ കിട്ടിയോ? അതിൽ 99 പെടക്കോഴിയായിരുന്നു. ഒരൊറ്റ പൂവനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ പൂവൻ എന്റെ വീട്ടിൽ കിടന്ന് പെടാപ്പാട് വിടുവാ. എനിക്ക് ആവശ്യത്തിന് മുട്ട കിട്ടുന്നുണ്ട്, പക്ഷെ പ്രജനനം നടക്കുന്നില്ല. കുഞ്ഞുട്ടൻ ജോലിസിനെ വിളിക്ക്. പുള്ളി വന്ന ഉഗ്രം പ്രവചനം. പുള്ളിയുടെ പ്രവചനമല്ല, പ്രജനനം, പ്രത്യുൽപാദനം. ജോലിസിനോട് വരണ്ടെന്ന് പറയരുത്, മണ്ടത്തരം വിളിച്ചു പറയല്ലേ. അല്ല, പരിഹാരം കാണണം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഏതായാലും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം തോന്നുകയാണ്. മണ്ടത്തരമല്ല, മണ്ടത്തരമല്ല, അതെനിക്ക് പറയാനുള്ളത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വീട്ടിൽ കുറെ പിടക്കോഴിയുണ്ട്, ഇവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ പൂവൻ കോഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ വീക്കെൻഡുകളിൽ, ആഴ്ച അവസാനങ്ങളിൽ ഇവരുടെ വീട്ടിലുള്ള പൂവൻ കോഴികൾ ഇയാളുടെ വീട്ടിലെ പിടക്കോഴികളുടെ കൂടെ വന്നങ്ങ് ഇടപഴകട്ടെ. അതുപോലെ തന്നെ മറ്റവധി ദിവസങ്ങളിൽ ഇയാളുടെ വീട്ടിലുള്ള പിടക്കോഴി വന്ന് ഇവരുടെ പൂവൻ കോഴികളുടെ കൂട്ടത്തിൽ താമസിക്കട്ടെ. ഒരു ലിവിംഗ് ടുഗദർ സെറ്റപ്പ്. അല്ലേ? ഇതൊക്കെ അങ്ങനെ കുഴപ്പമില്ല അല്ലേ? പക്ഷെ എനിക്ക് അതുക്കും മേലൊരു ആശയം എനിക്ക് തോന്നി. മണ്ടത്തരാണേ, അതായിരിക്കുള്ളൂ. ഞാൻ പറയണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും കോഴികളെ കൂട്ടി ഒരു കല്യാണം നടത്തിയാലാ? ഈ പഞ്ചായത്ത് വക ഒരു സമൂഹ കോഴി കല്യാണം. സൂപ്പർ ഐഡിയ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇടക്കൊരു ബുദ്ധി വരുമെന്ന്. അത് കലക്കി. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ഈ കല്യാണം നമ്മൾ നടത്തിയിരിക്കും. അല്ല, ഒന്ന് നിർത്തിക്കേ. ഈ കല്യാണത്തിന്റെ കാര്യം നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയാ? ഞങ്ങള് കോഴിയുടെ കുടുംബക്കാരറിയണ്ടേ? അത് ശരിയാണ്. ഈ കല്യാണം എന്ന് പറയുമ്പോ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ചേരലാണ്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ഈ പൂവൻ കോഴികൾ അവർക്ക് എന്ത് കിട്ടണം? എന്റെ കോഴിനെ നല്ല ചെലവ് കൊടുത്താ ഞാൻ വളർത്തണത്. അപ്പൊ എനിക്ക് നല്ലൊരു തുക തന്നെ ശ്രീധരനായിട്ട് കിട്ടണം. അവരുടെ ഡിമാൻഡ് കേട്ടല്ലോ. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള സുന്ദരികളായ പെടക്കോഴികൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? ഞാൻ എന്റെ കോഴിയെ വെറുതെ കൈയും വീശി പിടിക്കില്ല. ചിറകും വീശി വിട്ടാ മതി. എന്റെ കോഴി താമസിക്കുന്ന ആ കോഴിക്കൂടും ആ ചുറ്റുവട്ടത്തുള്ള സ്ഥലവും ഒരു ചാക്ക് കോഴിക്കാഷ്ടവും ഞാൻ ഇവരുടെ പൂവിന് കൊടുക്കും. എന്ത് പറയുന്നു? അന്തസ്. അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ കല്യാണ നിശ്ചയം കഴിഞ്ഞു. ഇനി നമുക്ക് കല്യാണത്തിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതെ, ഈ പഞ്ചായത്തിൽ നിന്നല്ല, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കോഴി കല്യാണം നടക്കാൻ പോകുന്നത്. ഇതൊരു സംഭവമാക്കി മാറ്റണം. അപ്പൊ നമുക്ക് ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരെ മാത്രം പോരാ, അടുത്ത പഞ്ചായത്തിലെ ആൾക്കാരെ നമുക്ക് ക്ഷണിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ക്ഷണിക്കുമ്പോ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കണം. അതിന് ടെൻഷൻ അടിക്കണം എന്തിനാണ്? 200 കോഴി അടക്കയില്ലേ, അതിനകത്ത് 100 കൊടുത്ത് വെട്ടിക്കണ്ടിച്ച് ബിരിയാണി വെച്ച് കൊടുക്കും. അങ്ങനെയാണെങ്കിലേ നമുക്കിതൊരു ബിരിയാണി ചലഞ്ച് ആക്കാം. അതെ, പണ്ടടിക്കാലോ. നാടൻ കോഴി ബിരിയാണി പൊളിക്കും. അപ്പൊ പരിപാടിയൊക്കെ ഓക്കെയാണ്. അപ്പൊ പിന്നെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. പോസ്റ്റ് അടിക്കാൻ പോയിക്കോ, ക്ഷണം തുടങ്ങിക്കോ. ഞാനൊരു പണി ചെയ്യാം, പിരിവ് തുടങ്ങാം. അതെ, ഒന്ന് നിർത്തിക്കേ. ഞങ്ങളുടെ കോഴിയുടെ കാര്യത്തിലല്ല നിങ്ങൾ ഈ ഉത്സാഹമൊക്കെ എടുക്കണത്. അതെ, ഞങ്ങളുടെ കോഴിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും കല്യാണപ്രായം കഴിഞ്ഞിരിക്കണ പെണ്ണാണ്. ഞാൻ ഈ ചേട്ടനെ അങ്ങ് കെട്ട. അപ്പൊ എനിക്കൊരു ജീവിതവും എന്റെ കോഴിക്ക് ഒരു ജീവിതവും. അല്ലല്ലോ, അതെങ്ങനെ ശരിയാവും? ഈ പുള്ളി ഒന്ന് കെട്ടിയതല്ലേ? അതിനിപ്പോ എന്താണ്? നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു പൂവന് 3 പെടയെന്നല്ലേ പഞ്ചായത്തിന്റെ കണക്ക്? മനസ്സിലായ? നാം 1, നമുക്ക് 3. അപ്പൊ നമ്മൾ 3. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ എന്താ തിരിച്ചു വന്നേ. നിങ്ങൾ എല്ലാരും പേടിക്കേണ്ട വ്യക്തിയാണ്. ഇത് നമ്മുടെ സ്വന്തം ദീപു ചേട്ടൻ. അപ്പൊ ദീപു ചേട്ടൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം ഫാമിലിയാ ദീപു ചേട്ടൻ. ഇതിനു മുമ്പ് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നിട്ടുണ്ട്. കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ നേടിയിട്ടുള്ള ഒരു താരമാണ് ദീപു ചേട്ടൻ. സന്തോഷം. ഇത് ഷാർപ്പുണ്ടെന്നല്ലേ കുത്തി കൊന്നോട്ടെ ഞാൻ. അത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒന്നും അറിയാൻ അല്ലേ, അങ്ങനെ എടുത്തേ ഇത് വെച്ചിങ്ങനെ LED തറപ്പിച്ച് വെക്കാൻ പറ്റുമോ? അത് നമുക്ക് നോക്കാം.
എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഈ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല. എന്താ പറഞ്ഞത്? സാധാരണ ഒരു വ്യക്തിയല്ല, ഒരു മാന്ത്രികനാണ്. മാന്ത്രിക പുരസ്കാരം നേടിയിട്ടുണ്ട്. അല്ലല്ല, ഇത് ചെന്നൈന്ന് മാന്ത്രിക രത്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. പക്ഷേ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ. ശരിക്കും പറഞ്ഞാലേ ഈ മാന്ത്രിക രത്ന പുരസ്കാരം എന്ന് പറയുന്നത് അതായത് പിന്നെ മാജിക് അക്കാദമി, ഇന്ത്യൻ മാജിക് അക്കാദമിയുടെ മാന്ത്രികർക്ക് കൊടുക്കുന്ന ദേശീയ പുരസ്കാരമാണ് മാന്ത്രികർ. അടിപൊളി. നാഷണൽ അവാർഡ് അല്ലേ? വേറെ സംഭവം ഉണ്ട്. ഈ ബിനുവണ്ണന്റെയും ആ ചേട്ടന്റെ ഹെയർ സ്റ്റൈൽ ഒരുപോലല്ലേ? നോക്കട്ടെ. അതെ, ഞങ്ങള് അദ്ദേഹം മെന്റലിസ്റ്റ്, ഞാൻ മെന്റലിന്റെ ലിസ്റ്റിലുള്ള മെന്റലുള്ള ആൾക്കാരുടെ ലിസ്റ്റില്. അല്ല ഇതിനകത്തൊരു കുഴപ്പമുണ്ട്, ചിലപ്പോ കിളികളൊക്കെ വന്ന് കൂടി വിട്ടിട്ട് പോകും. അതിന് കുളിക്കണ ഇടയ്ക്കിടയ്ക്ക്, അപ്പൊ കൂടൊന്നും കൂട്ടൂല. എങ്ങനെയാ ഒന്നുകൂടെ ഒന്ന് റീടെലികാസ്റ്റ് ഉണ്ട് ഇപ്പൊ പറഞ്ഞത് യൂട്യൂബിൽ വരും. എങ്ങനെ കാണുന്നത്? പോട്ടെ മോളെ, കുഴപ്പമില്ല. എനിക്കത് ശീല, കുഴപ്പമില്ല. അപ്പൊ ശരി ദിവ്യചേട്ടാ, നിങ്ങളുടെ തലയിൽ കിളി മുട്ടയിട്ടാൽ മുടിയുടെ ചുരുളിന്റെ ഇടയ്ക്കേക്കടെ എല്ലാം കുഴഞ്ഞു. നീ മാത്രം ചളി അതെ, അടിച്ചാൽ അല്ലല്ല, ഇത് റീടെലികാസ്റ്റ് ഉണ്ടാ, നിർബന്ധിച്ചാ മാത്രം. എന്നാ ഒരു കാര്യം പറയട്ടെ, ഇത് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം റീടെലികാസ്റ്റ് ഉണ്ടോ എനിക്ക് പറയാൻ പറ്റത്തില്ല. ടെലികാസ്റ്റ് ഉണ്ടോ, പക്ഷെ റീടെലികാസ്റ്റ് ഉണ്ടാവോ എന്ന് എനിക്ക് അറിയത്തില്ല. ദീപുചേട്ടാ കഴിഞ്ഞ അവിടെ വന്നപ്പോ നമ്മളെ എക്സൈറ്റ് ചെയ്തെന്ന് പറയുന്നത് ബ്ലേഡ് വായിന്നെടുക്കുന്നു, അങ്ങനെ പലതരം മാജിക് ഒരു രീതിയിലാണ്. വേറെ എങ്ങും വെക്കാൻ സ്ഥലം കണ്ടില്ല, ഭയങ്കര ഞെട്ടിച്ചാണ് നമ്മളെ ചെയ്തത്. ഞാൻ ഇന്നിപ്പോ ഇവിടെ വന്നേക്കുന്നത് ഒരു ഗിഫ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 6 പേര്. 7 പേര്. കുഴപ്പമില്ല, ഞങ്ങൾ ഒരെണ്ണം മേടിച്ച് 7 ആക്കാറുള്ള. എങ്ങനെയാ? ഷെയർ ഇടാറുണ്ട്. 6 വരെ എത്തുള്ളൂ ചേട്ടാ. 6. പിന്നെ ഒരു ഇത്തിരി കൂടെ മിച്ചം. ഇത്തിരി പോക്കറ്റിലുണ്ടാവും. അത് മതി. മതിയെന്നേ, ചേട്ടനെ സംബന്ധിച്ച് അത് മതി. നിങ്ങൾ കഴിക്കൂല? എന്തോ കഴിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു? 6 കാര്യം പറഞ്ഞു. കേക്ക്. പിന്നെന്താ പ്രശ്നം? അതിലൊരു തരി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മുന്തിരി. അതിന്റെ മോളിൽ കാണും ഒരു മുന്തിരി. മുന്തിരിയാണ് നിങ്ങൾ. യെസ്, ഇതുപോലത്തെ ഓക്കെ. അപ്പൊ ഈ ഗിഫ്റ്റ് മേളിലൂടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ പോവാ. ഈ ഗിഫ്റ്റ് ശരി, ഞാനിത് കൊടുക്കുന്നത് ബിനിച്ചേട്ടനാണ്. പക്ഷേ അത് ബിനിച്ചേട്ടനുള്ളതല്ല. ഞങ്ങളുടെ മീനാക്ഷി ഉണ്ട്, ബിനിച്ചേട്ടന്റെ മോള്. മീനാക്ഷിക്കുള്ള ഗിഫ്റ്റാ ഇത്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചേട്ടൻ മീനാക്ഷിക്ക് കൊടുക്കണം. എന്നിട്ട് പറയണം ഒരു മാജിക് അങ്കിൾ തന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ അല്ലേ ചേട്ടാ? സന്തോഷമായില്ലേ ചേട്ടന്? പക്ഷേ ഒരു കാര്യം, ചേട്ടൻ ഇപ്പൊ നോക്കരുത്, ഞാൻ പറഞ്ഞിട്ടേ ഇത് ഓപ്പൺ ചെയ്യാവുള്ളൂ. അതൊരു സർപ്രൈസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പറഞ്ഞിട്ട് മൂർഖം പാമ്പ് വല്ലതും ആണോ? ചേട്ടാ ചേട്ടനല്ല തരുന്നത്, ഞാൻ മീനാക്ഷിക്ക് ധൈര്യം. അതെ. അപ്പോ നമുക്ക് ആ സർപ്രൈസിലേക്ക് പോകാം. ഇതെന്തായാലും നമുക്ക് മനസ്സിലായി, ഇത് അങ്ങോട്ടേക്ക് പോകുന്നു. ഇനി ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ശേതാമേന്റിക്ക് പറയാം, ഞാൻ മെന്റലിസ്റ്റ് ആണ്, മജീഷ്യൻ ആണെന്നൊക്കെ പറയാം. ശേതാമേന്റിക്ക് പറയണം എന്നെ ഒന്നിനും വിളിച്ചേക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ ചെയ്യണം. ഇത് കുറെ ആനിമൽസിന്റെയും ബേർഡ്സിന്റെ ഒക്കെ പിക്ചറുകളാണ് കാണുന്നില്ലേ? ഒരുപാടുണ്ട്, വ്യത്യസ്തമായ ഒരുപാട് ആനിമൽസ് ഉണ്ട്. പെറ്റ് ആനിമൽസ് ഉണ്ട്, വൈൽഡ് ആനിമൽസ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ടാവും. അതായത് മറ്റേ സീലുള്ളത് എല്ലാ ആനിമൽസും ഉണ്ട്. ചേതമാം, ഞാനിത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാനിത് ഇങ്ങനെ ഓടിച്ചു വിടും. ചേതമാവൻ എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം. ആ സ്റ്റോപ്പ് പറയുന്ന സമയത്ത് ഞാനിത് സ്പ്ലിറ്റ് ചെയ്യും. അവിടുന്ന് ഒരു കാർഡ് ശതം എടുക്കുക, നോക്കരുത്, ഈ ടേബിളിൽ വെക്കാം. നമുക്ക് പിന്നീട് നോക്കാം. റെഡി? 1 2 3. എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ്. അവിടുന്ന് ഒരു കാർഡ് എടുത്തോ. എടുത്തോ, ടോപ്പില് അവിടെ വെച്ചു. ഇത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ടേ. ഓക്കെ, യെസ്. ഇതെന്റെ ഒരു പ്രഡിക്ഷനാണ്. എന്റെ ഒരു പ്രഡിക്ഷനാണ്. ഇതാണല്ലോ സാധാരണ മെന്റലിസ്റ്റുകളും മജീഷ്യന്മാരൊക്കെ ചെയ്യുന്നത്. ഇതെന്റെ ഒരു പ്രഡിക്ഷനാണ്. ഇത് ഇരുന്നോട്ടെ. ഇനി എന്റെ കണ്ണുകളിലേക്ക് നോക്കിയേ. എന്റെ വൈഫ് ഇങ്ങോട്ട് വന്നപ്പോ എന്തൊക്കെ പറഞ്ഞേ, അവിടെ ശ്വേതാ മാഡം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹഗ് കൊടുക്കും, ഒരു ഹഗ് എനിക്ക് മേടിച്ചിട്ട് പോരും വെച്ചു. ഞാനിപ്പോ എന്താ ചെയ്യാ? ഓ, താങ്ക് യു. ഭാര്യയുടെ പേര് നിതേന്നാ. അല്ല, അത് നിതയ്ക്ക് തന്നതല്ലേ, ഇനി എനിക്ക്. അല്ല, ചങ്കത്താറ്. താങ്ക് യു. അപ്പൊ ഓക്കെ, എല്ലാം കിട്ടി. ഏതാണോ ശ്വേതാമം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന അതും കിട്ടിയോ? പിക്ചർ ഇതല്ല, ഒറ്റ ഹഗ്ഗിന് മതിയായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഹഗ്ഗിലാ കിട്ടിയത് കേട്ടോ. അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി 4 കളർ ബലൂൺ വളരെ റാൻഡം ആയിട്ട് നിങ്ങൾക്ക് ആ ബലൂൺ സെലക്ട് ചെയ്യാം. അതിലൊന്നിൽ എന്റെ പ്രഡിക്ഷൻ ഉണ്ട്. ഒന്നിൽ മാത്രം എന്റെ പ്രഡിക്ഷൻ ഉണ്ട്. എലീന, ഞാനാണോ സെലക്ട് അല്ല, ഇത് എലീന. ഇത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു, പിന്നെ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഒരു ശ്രീവിദ്യ മോളെ ഒരു കാര്യം ചെയ്യോ, ഇതിൽ ഇഷ്ടമുള്ള 4 കളർ ഉണ്ട്. അവിടെ
2 കളർ, ഇവിടെ 2 കളർ. ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്തേ. ആ ചെയ്തു പറഞ്ഞോ എല്ലിനൊക്കെ പറഞ്ഞു ഇഷ്ടമുള്ളൊരു കളർ. ഇത് സീക്രട്ട് ആയിട്ടാണോ? പറയും റാണി പിങ്ക് റാണി പിങ്ക് റാണി പിങ്ക്. ഒരു കാര്യം ചെയ്യ്, അതൊന്ന് കുത്തിപ്പൊട്ടിച്ചേ. പക്ഷേ ഒരു കാര്യം, എന്റെ പ്രൊഡിക്ഷൻ അതിലുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തി ഈ ഫ്ലോറിൽ നിന്ന് പോകേണ്ടി വരും. പ്രൊഡിക്ഷൻ ഉണ്ടെങ്കിലോ? ആ ഇതിൽ ഏതെങ്കിലും ഒരു ബലൂണിൽ മാത്രമേ ആ പ്രൊഡിക്ഷൻ ഉള്ളൂ. പക്ഷേ അതിൽ കുത്തി പൊട്ടിക്കുന്നതിൽ എന്റെ പ്രൊഡിക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അങ്ങനെ കുത്തി പൊട്ടിക്കുമ്പോൾ അതിനകത്ത് പ്രൊഡിക്ഷൻ ഇല്ലാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കാം. പ്ലീസ് പ്ലീസ് മലയാളത്തിൽ പ്രൊഡിക്ഷൻ ഇല്ല. അല്ല ഉണ്ട്. അതായത് അത് പൊട്ടട്ടെ? പൊട്ടിക്കുമ്പോ പൊട്ടട്ടെ? അതിനകത്ത് പൊട്ടിക്കട്ടെ? ഉണ്ടോ? ഇല്ല, ഇവിടെ നിന്നോളൂ. ഡയാന, ഇനി ഡയാനയുടെ ഊഴമാണ്. ഓക്കെ, ഡയാനയ്ക്ക് ഇതിലേതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ബേബി പിങ്ക്. ബേബി പിങ്ക്. ബേബി പിങ്ക്. എലീന, യാ പൊട്ടിക്കാൻ അങ്ങോട്ട് തട്ടിക്കോ. തട്ടെ. അതിലുണ്ടോ എന്റെ പ്രൊഡിക്ഷൻ ഉണ്ടോ? ഉണ്ടോ? അതിലെന്റെ പ്രൊഡിക്ഷൻ ഉണ്ടോ? ഇല്ല. ഇനി 2 ബലൂൺ ഉണ്ട്. യെല്ലോ ആൻഡ് ഗ്രീൻ. അഖിലേ, അതില് ഒരെണ്ണം പൊട്ടിക്കണ്ടേ? നമുക്ക് ഇഷ്ടമുള്ളൊരു ബലൂൺ സെലക്ട് ചെയ്തേ. പറയടാ. ഇഷ്ടമുള്ളൊരു ബലൂൺ പറയ്. എനിക്ക് മഞ്ഞ 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 ബൾബുകൾ പൊട്ടിച്ചോടാ. പൊട്ടിക്കാണേ. പൊട്ടിച്ചോ? അതിലുമില്ല. ഇല്ല. ഓ മൈ ഗോഡ്, അതിലുമില്ല. എന്താണിത്? അപ്പൊ സ്റ്റേജ് വിട്ടു പോകണ്ട. വരും. അതിലുമില്ല, ഇതിലുമില്ല. ഇനി ആ പാടുള്ളത് ഒറ്റ ബലൂൺ. ഞാൻ പൊട്ടിക്കട്ടെ? വേണ്ട. അത് ഞാൻ എടുക്കുക. ഈ ബലൂൺ ഞാൻ എടുത്തോട്ടെ? കുലുക്കുന്നുണ്ടോ? കുലുക്കുന്നുണ്ടോ? എന്റെ പ്രൊഡിക്ഷൻ ഇതിലുണ്ട്. ജസ്റ്റ് പൊട്ടിച്ചോ? അത് ഓപ്പൺ ചെയ്തോ. അതായത് ഈ സംഭവം എന്ന് പറയുന്നത് ശ്വേത ചേച്ചി എന്താണോ എടുത്തിരിക്കുന്ന ഏത് കാർഡാണോ എടുത്തിരിക്കുന്നത് ആ കാർഡ് ആയിരിക്കണം. മേ ബി. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യോ. ഇറ്റ്സ് എ റാബിറ്റ്. റാബിറ്റ്. യാ. ശ്വേത മാം, പ്ലീസ് ഓപ്പൺ. വളരെ സൂക്ഷിച്ച്. പ്ലീസ് ഓപ്പൺ. ഐ ലവ് റാബിറ്റ്. എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ്. വന്നോളൂ, ഈ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കൂ. അത് അമ്മൂനുള്ളതല്ലേ? വരൂ. അതെ, ഇനിയിപ്പോ നമുക്ക് എല്ലാം അമ്മന് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണെന്നുള്ള അറിയാനുള്ള ക്യൂരിയോസിറ്റി ഞാൻ വന്നപ്പോ തൊട്ട് നോക്കുന്നുണ്ടല്ലേ? ഓക്കെ, വിളിച്ചേട്ടാ ഓപ്പൺ ചെയ്തു. ഇനി നമ്മുടെ എല്ലാം ഈ ഹാപ്പി മൂമെന്റ് അല്ലേ മോക്ക് നമ്മളോട് പ്രത്യേകം പറയണം, മാജിക് അങ്കിൾ തന്നാണെന്ന്. ഈ ഹാപ്പി മൂമെന്റിൽ ഒരുപാട് ബലൂണുകൾ താഴത്തേക്ക് വന്നിട്ടുണ്ട് അല്ലേ? അതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. പൊട്ടിച്ചോ. അതെല്ലാം ഓപ്പൺ ചെയ്യും. പൊട്ടിക്കോ. അതിനകത്ത് നോക്കാം. ഞാനാണ് 7 വർഷമായിട്ട് ബലൂൺ പൊട്ടിച്ചിട്ട് ഇവിടെ വന്നതാ. പ്രൊഡിക്ഷൻ എടുത്തോണ്ടോ? ഞാൻ പ്രൊഡിക്ഷൻ ആരെങ്കിലും എടുത്തോ? ഞാൻ എല്ലാം പൊട്ടിച്ചിട്ട് തരാം. പൊട്ടിക്കാം. കഴിഞ്ഞോ? പൊട്ടിക്കാൻ ഭയങ്കര ഓടിച്ചിട്ട് പിടിക്കും. ഓപ്പൺ ചെയ്തു മാഡം. കിട്ടിയോ എല്ലാവർക്കും പ്രൊഡിക്ഷൻ? എന്നാ എല്ലാ റാബിറ്റാ? ഭയങ്കര ദോഷം. അടിപൊളി ചേട്ടാ. താങ്ക് യു. പ്രത്യേകിച്ച് ഇതില് ഇല്ല എന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കര ഞെട്ടിപ്പോയിട്ടോ. ഉണ്ടായിരുന്നു. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് മാജിക് ആണ് ഫീൽ ചെയ്തത്. കാരണം ഈ പോകുന്ന എല്ലാ ബലൂണിലും ഓരോ കാർഡ് പോലെ ഇരിക്കുന്നതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പൊട്ടുമ്പോ കാണുന്നില്ല. അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എലീന നേരത്തെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ശ്വേത മാമിനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര പ്രശ്നമുള്ള ഒരാളാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ സ്വീറ്റ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ടാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? ഇപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് തരാൻ പറ്റുന്ന ഒരു സ്നേഹ സമ്മാനം ഞങ്ങൾ തരാൻ പോകും. താങ്ക് യു. സ്നേഹ സമ്മാനം നമുക്ക് നൽകാം ദീപു ചേട്ടന്. ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു കിള്ളം സമ്മാനം. ഒരുപാട് സന്തോഷമുണ്ട് ദീപു ചേട്ടാ. കൺഗ്രാറ്റുലേഷൻസ്. ഇവിടുന്ന് ഇനിയും ഇപ്പം എത്തിയതല്ല, ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഇനിയും അവാർഡുകൾ നേടാൻ സാധിക്കട്ടെ. എന്റെ മനസ്സ് പറയുന്നു നിങ്ങളൊരു സിനിമ ഡയറക്ട് ചെയ്യും in next 5 years. അപ്പൊ ഞങ്ങൾക്ക് വേഷം തരും. ഞങ്ങളെ വിളിക്കണം. നോക്കാം അത് സാധിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. മെന്റലിസം മറന്നുപോയി, എല്ലാം മറന്നുപോയി. അതല്ല, ഞങ്ങളെ വിളിക്കോ? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാള് എന്റെ മുഖത്ത് നോക്കിയിട്ട് കൈ പിടിച്ചിരിങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? 100%. പക്ഷേ in next by 2030
your movie will be out in theaters. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. കേട്ടോ ഇതിനായിട്ട് ഇനി work ചെയ്യാം. 2030 ഒരു 30 ദിവസം ഒഴിച്ചിടണമല്ലോ. ചേച്ചി വെറുതെ എന്നെ Date ഓ? സിനിമയ്ക്ക് ആദ്യം move ചെയ്യട്ടെ. Seriously, I'm not joking. എനിക്ക് കൈ അടിക്കാൻ പറ്റില്ല, അഥവാ കൈ അടിക്കണേ എന്റെ മുതുകാലടിക്കണം. ദീപു ചേട്ടാ സ്വപ്നങ്ങളെല്ലാം സാധിക്കട്ടെ. ഓക്കെ, All the very best. സന്തോഷം. താങ്ക് യു ഓൾ. പ്രേക്ഷകരെ വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അവാർഡ് ദാന ചടങ്ങിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവാർഡ് സെറമണി കറക്റ്റ് ആയിട്ട് എല്ലാം അറിയാലോ? അതോ ഞാൻ പരാഗണമല്ലല്ലോ, എന്തായിരുന്നു പ്രവേശനം നടത്തണോ? വേണ്ട, അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് നടന്നത്. അതായത് ഇതിലും ട്വിസ്റ്റ് ഉണ്ടോ? അല്ല, ഇതിൽ എന്തായാലും ട്വിസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പരകായ പ്രവേശമാണ്. കണ്ണീന്ന് എനിക്ക് അങ്ങോട്ടേക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയുന്നത്. അല്ലല്ല, അപ്പോ ഏറ്റവും വലിയ എന്താ പറയാ കൗണ്ടർ അടിച്ചത് നമ്മുടെ ശ്രീവിദ്യ കുട്ടിയാണ്. അല്ല മാറിപ്പോയതാണ്. അനുചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണോ? നീ ഇറങ്ങി വാ. സത്യം പറഞ്ഞാൽ ബിനുവിന്റെ കാരനാണ് അവൾക്ക് കൗണ്ടർ കിട്ടിയത്. നിങ്ങൾ കണ്ടുവരൂ. എന്ത് പറയേ വേണ്ടല്ലോ, ബിനു അടിമാലി. ഇന്ന് കൊറേ തെറിഞ്ഞ വാങ്ങിക്കും. 100 വർഷം അല്ല, ഒന്നുമില്ലെങ്കിൽ 100 വർഷമായിട്ട് അറിയാലോ. ഈസി ആണല്ലോ. Congratulations! Good. ഓ, സ്ഥാനാർത്ഥി നിൽക്കണ പുതിയ സാധനം എന്തോ ഉണ്ടല്ലോ, പഠിച്ചു വെക്കണം അടുത്തതിന് ഇടാനുള്ള. അല്ല, അതൊക്കെ നമ്മളുടെ എന്റെ പേരിട്ടത് അവള് അടിച്ചു തുടങ്ങി കൗണ്ടർ. സത്യം. എനിക്ക് എന്തോ അർഹിക്കാത്ത ഒരു സാധനം നെഞ്ചത്തിന് കിടക്കുന്ന പോലെ. അതാണ്. അല്ല, ഈ പറയുന്ന പോലെ പേഴ്സണാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ തന്നെ ഓരോ കാര്യങ്ങളും കിട്ടി തുടങ്ങിയെങ്കിൽ എന്റെ ഒരു ഉദ്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. അപ്പൊ ഇതുവരെക്കും കൗണ്ടർ അടിക്കണ ബിനു ാണ് മികച്ച ചളി. എനിക്കറിയാവുന്ന അവക്കടെ പേര് എനിക്ക് കിട്ടുന്ന എനിക്കറിയാം. നിങ്ങൾ നോക്കി വരൂ. കാസർഗോഡില് ഒരു 4-5 വരി കാസർഗോഡിന്റെ ഒരു സ്ലാങ് ആയിട്ടൊന്ന് പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു പാട്ട് പാടും. ഞാൻ 8 വർഷം ഞാൻ കലാമണ്ഡലത്തില് ഞാൻ പാടിയിട്ടുണ്ട്. താളം ശ്രുതി എല്ലാം എനിക്ക് ഓക്കെയാ. കോമണിക്കുറുക്കൻ കടുവനെ പിടിച്ചു, കടുവയ്ക്ക് കൊടുത്തു, കടുവക്കിട്ട് കടിച്ചു. കോമണിക്കുറുക്കൻ ഒരു നാണമില്ലാതെ. സൂപ്പർ. ഒക്കെ ചെയ്തു തന്നു. അത് ഒരേപോലെ ഉണ്ടല്ലേ? നടത്തൊക്കെ ഒരേപോലെ ഉണ്ട്. രണ്ടുപേരും ശ്രീവിദ്യയായി. ഒരുപാട് വർഷമായിട്ടേ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ്? അതാണ് പരകായ പ്രവേശം നടന്നു കഴിഞ്ഞപ്പോ. Okay, Elina, so let's wind up and go now because I need to go. ചേച്ചിക്ക് പെട്ടെന്ന് wind up ചെയ്യണേ. ചേച്ചി ഉടനെ പറയുന്നതാണ്, എലീന why so serious? Comedy Master City full on fun.